ഹലോ എവരിവൺ, വെൽക്കം ടു മെൻട്രാലണി. ഇറ്റ്സ് മീ ഷാദിലിപി, നിങ്ങളുടെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള NMMS സ്കോളർഷിപ്പിന്റെ മെൻട്രാലണിംഗ് സംഘടിപ്പിക്കുന്ന ഫ്രീ കോച്ചിങ് ക്ലാസിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പായിട്ട് എന്താണ് NMMS സ്കോളർഷിപ്പ്? നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. കേരളത്തിലല്ല, നാഷണൽ വൈഡ് ആയിട്ട് ടോട്ടലി ഈ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഉള്ള ഒരു സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പിന്റെ സമ്മാനത്തുക ഏകദേശം 48,000 രൂപയാണ്. ഏകദേശം 1,00,000-ഓളം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് നേടുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ എക്സാമിൽ ഏകദേശം 180ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഏകദേശം അല്ല, കറക്റ്റ് 180 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ 180 ക്വസ്റ്റ്യൻ 2 സെഷൻ ആയിട്ടാണ് കിടക്കുന്നത്. 90 ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റത്തെ ഭാഗമാണ് സാറ്റ്, 90 ക്വസ്റ്റ്യൻസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് മാറ്റ്. സാറ്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 35 മാർക്കിന് സോഷ്യൽ സയൻസ്, 35 മാർക്കിന് ബേസിക് സയൻസ്, 20 മാർക്കിന് മാത്സ്. അതും 7ലും 8ലും നിങ്ങൾ പഠിച്ച സിലബസിലുള്ള ഭാഗങ്ങൾ മാത്രം. ആൻഡ് മാറ്റിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയാണ്. ലോജിക്കലായിട്ട് ഒരു കാര്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമൺ സെൻസിനെ ഇവിടേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ഏബിൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതേപോലെ നിങ്ങളുടെ സിലബസിൽ നിന്ന് കിട്ടാത്ത വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് മെന്റലി എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുന്ന ഭാഗമാണ് മാറ്റ്. അഥവാ ലോജിക് ഉണ്ടോ, ലോജിക്കൽ ഇത് ചെയ്യാൻ പറ്റുമോ, ഇതിങ്ങനെ വന്നാൽ അത് അങ്ങനെ ആവും എന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ സെഷൻ 90 മാർക്കിന്റെ മാറ്റ് സെഷൻ. ഇങ്ങനെയുള്ള 2 ഭാഗങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാകുക. അതിൽ മാറ്റിന്റെ ക്ലാസ് ആണ് പെടുന്നത്. മാറ്റിലെ റാങ്കിങ് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ, കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ ആണല്ലോ? സോ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ഞാൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈപ്പ്, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ? ടൈപ്പ് 1. ഈ ടൈപ്പ് 1 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എത്ര ആളുണ്ട് ഈ വരിയില്? ഞാൻ ഓരോന്ന് എഴുതാണ്. ഈ വരിയിൽ ടോട്ടൽ എത്ര ആളുണ്ട്? 6 ആളില്ലടാ മക്കളെ, 6 ആളില്ലേ? നോക്കിക്കട്ടെ, 1 2 3 4 5 6. ഇതില് ഇയാളാണ് ഞാൻ ഇയാളാണ് കരുതിക്കോ. പറഞ്ഞോളി. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ആലോചിച്ച് പറഞ്ഞതില്ല. ബേസിക് ലോജിക് ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ ലോജിക് അത്യാവശ്യം, ബാക്കി എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എത്ര? റാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര സ്ഥാനത്ത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണി നോക്കി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ എണ്ണി നോക്കി കഴിഞ്ഞാൽ 1 2 3. ഞാൻ എവിടെയാണ് കിട്ടുന്നത്? 3 അല്ലേ? ആണോ അല്ലേ? 1 2 3. ഞാൻ 3ാം സ്ഥാനത്ത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ 3ാം സ്ഥാനത്ത്. ശ്രദ്ധിച്ചിരിക്കണം. ഇതിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് വരെ നിങ്ങളപ്പോ വളരെ കൃത്യമായിട്ട് ലോജിക്കലി ആലോചിച്ചാൽ മതി. ഇനി അപ്പൊ ഇനി കൂട്ടിക്കേണ്ടതിൽ ഇനി പല 3 കൂട്ടാനുള്ളത് അതൊക്കെ അവിടെ കിട്ടെ. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എന്ന് പറയാൻ പറ്റും. റൈറ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എന്ന് പറയാൻ പറ്റും. റൈറ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എന്തായിരിക്കും? 1 2 3 4. എന്റെ റാങ്ക് എത്രയാണ്? 4. ഓക്കെ ആണല്ലോ? സോ ഇവിടെ ഈ ഇക്വേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എന്ന് പറയുന്നത് 3, റൈറ്റ് സൈഡിൽ നിന്ന് എന്റെ റാങ്ക് എന്ന് പറയുന്നത് 4. ഓക്കെ ആണല്ലോ? വേണമെങ്കിൽ ഞാൻ ഈ ചിത്രത്തിനൊന്ന് കോപ്പി ചെയ്ത് തരാം. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് 4. 3ഉം 4ഉം കൂട്ടിയാൽ എത്ര? 3ഉം 4ഉം കൂട്ടിയാൽ എത്ര? 3ഉം 4ഉം കൂട്ടിയാൽ 7 അല്ലേ? 7 ആളാണോ അവിടെ ഉള്ളത്? 6 ആളല്ലേ ഉള്ളൂ. അതെന്തുകൊണ്ടാന്ന് ആലോചിച്ച് നോക്കൂ. മുന്നിൽ നിന്ന് കൂട്ടിയപ്പോൾ അവരെന്നെ കൂട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 ആളെയാണ് എണ്ണാത്തത് അടക്കെടുക്ക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റാങ്ക് നോക്കിയപ്പോ അവരെന്നെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരട്ടം ഞാൻ എണ്ണീക്കണ്, 1 2 3 ഞാൻ എണ്ണീക്കണ് 3 ആള്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എന്റെ റാങ്കല്ലേ നോക്കണത്? 1 2 3 4. എന്റെ റാങ്ക് 4ാം സ്ഥാനത്ത്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആണോ അല്ലേ? ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചു നോക്കി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണിയപ്പോഴും അവരെന്നെ കൂട്ടിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണിയപ്പോഴും അവരെന്നെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെ എത്ര വട്ടം എണ്ണീട്ടുണ്ടാവും? 2 വട്ടം എണ്ണീട്ടുണ്ടാവില്ലേ? 2 വട്ടം എണ്ണ ആവശ്യമുണ്ടോ? ഇല്ല. ഒരട്ടം എണ്ണി, പിന്നെ ഞാൻ 5 എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. സോ അവിടെ ഒരു 1 കുറക്കണം. 7 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും 1 കുറക്കണം. വളരെ സിമ്പിൾ അല്ലേ? ഇന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ നോക്കട്ടെ, 1 1 2 3 4 5 6 7 8 9 10 ആളുണ്ട്. കരുതിക്കോ. ഇതില് ഇതാണ് ഞാൻ. ഓക്കെ ആണല്ലേ? എന്റെ റാങ്ക് പറഞ്ഞോളി. ലെഫ്റ്റ് നിന്ന് എത്ര റാങ്ക്? ലെഫ്റ്റ് നിന്ന് 4 ആണ് റാങ്ക്. റൈറ്റ് നിന്ന് എത്ര റാങ്ക്? 1 2 3 4 5 6 7 ആണ് റാങ്ക്. ആണോ അല്ലേ? 4ഉം 7ഉം കൂട്ടി എത്ര? 11 അല്ലേ? പക്ഷെ
ഇവിടെ 11 ആളില്ല, 10 ആളുള്ളൂ. എന്തുകൊണ്ടാ? ഇവിടെ എന്നെ മുന്നൊന്നും കൂട്ടിക്കണം, ബാക്കൊന്നും കൂട്ടിക്കണം. രണ്ടെണ്ണം ഞാൻ കൂട്ടേണ്ട ആവശ്യമില്ല, ഒരെട്ടം കുറക്കാം, ഒരു 1 കുറക്കണം. സോ ടോട്ടൽ കാണണമെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള റാങ്കുകൾ കൂട്ടുക, അതിൽ നിന്നും ഒരു 1 കുറക്കണം. എന്തിനാ? ലെഫ്റ്റിൽ നിന്നും അവരെന്നെ കൂട്ടുന്നുണ്ട്, റൈറ്റിൽ നിന്നും അവരെന്നെ ഉണ്ട്. രണ്ടെണ്ണേണ്ട ആവശ്യമുണ്ടോ ഒരാളെ? ഇല്ലല്ലോ. സോ ഒരു 1 കുറക്കുക, സിമ്പിൾ അല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ആൻ അസംബ്ലി ലൈൻ, ഒരു അസംബ്ലി ലൈൻ കേട്ടോ, ഒരു അസംബ്ലി ലൈൻ. ഈ അസംബ്ലി ലൈനിൽ ആകാശ് ഈസ് തേർഡ് ഫ്രം ലെഫ്റ്റ്. ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ആകാശ് 1, 2, മൂന്നാമത്തതാണ് ആകാശ്. ഓക്കെ ആണല്ലോ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവന്റെ റാങ്ക് എത്രയാണ്? 3 ആണ്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് അവന്റെ റാങ്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് അവന്റെ റാങ്ക് നോക്കി നോക്കി. റൈറ്റ് സൈഡിൽ നിന്ന് അവന്റെ റാങ്ക് 8-മതാണ്. 1, 2, 3, 4, 5, 6, 7 and 8 ആണോ? അല്ലേ? ഓൻ 8-മതാണ് നിൽക്കുന്നത്. സോ റൈറ്റ് സൈഡിൽ നിന്ന് അവന്റെ റാങ്ക് എത്രയാണ്? 8-ാം സ്ഥാനം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ശ്രദ്ധിച്ചോ, ഇവിടെ ടോട്ടൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ടോട്ടൽ എത്ര ആളുണ്ടെന്ന് അറിയണമെങ്കിൽ ഇക്വേഷൻ ഞാൻ എഴുതി തന്നത് ഓർമ്മ ഉണ്ടോ? ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്താ ഇക്വേഷൻ? റൈറ്റ് നിന്നും ലെഫ്റ്റ് നിന്നുള്ള റാങ്ക് കൂട്ടുക, അതിൽ നിന്നൊരു 1 കുറക്കണം. എന്തുകൊണ്ടാന്ന് ആലോചിച്ച് നോക്കി. കാരണം ആകാശിനെ ലെഫ്റ്റിൽ നിന്ന് കൂട്ടുമ്പോൾ 3-മതാണ്, റൈറ്റിൽ നിന്ന് കൂട്ടുമ്പോൾ 8-മതാണ്. ആണോ? അല്ലേ? ഇവിടെ രണ്ടിടത്തും ആകാശിന് ഒരു 2 വട്ടം കൂട്ടണല്ലേ? ഒരാളെ 2 വട്ടം എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിമ്പിൾ അല്ലേ? ഇപ്പൊ ടോട്ടൽ കാണുമ്പോൾ എന്താ ചെയ്യാ? ടോട്ടൽ ഇസ് ഈക്വൽ ടു റൈറ്റ് എന്നുള്ള റാങ്ക് 8, അല്ലെങ്കിൽ റൈറ്റ് പ്ലസ് ലെഫ്റ്റ്, ലെഫ്റ്റ് പ്ലസ് റൈറ്റ്, എന്തും ചെയ്യണം. 8 പ്ലസ് ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 3, അതിൽ നിന്നൊരു 1 കുറക്കുക. 8 3 കൂട്ടിയ 11, 11 1 കുറച്ചാൽ അവിടെ എത്ര ആളേ ഉള്ളൂ? 10 ആളേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം അല്ലേ? എന്നാൽ അടുത്ത പ്രോബ്ലം നോക്കാം. ഇതേപോലെ തന്നെയാണ്. ഇനി റോ ഒരു റോ ഉണ്ട്. ഒക്കെയാണല്ലോ. അങ്കിത് 9th ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്. അങ്കിത് ലെഫ്റ്റിൽ നിന്ന് അങ്കിത് ഏകദേശം 9-ാം സ്ഥാനത്താണ്. അങ്കിത് എത്ര സ്ഥാനത്താ? 9-ാം സ്ഥാനത്താ. റൈറ്റിൽ നിന്ന് അങ്കിത് തന്നെ ഉണ്ടോ? അങ്കിത് തന്നെയാണ് 11-ാം സ്ഥാനത്താ. ഓക്കെ ആണല്ലോ അല്ലെ? 11th ഫ്രം ദ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആളുണ്ട്? സിമ്പിൾ അല്ലേ? അപ്പൊ ആദ്യം അവന്റെ ലെഫ്റ്റിൽ നിന്നുള്ള റാങ്ക് ചെയ്ത്, ലെഫ്റ്റിൽ നിന്ന് 9-ാം സ്ഥാനത്താ, റൈറ്റിൽ നിന്നും 11-ാം സ്ഥാനത്താ. ഒറ്റ കാര്യമായിരിക്കും, ഇത് രണ്ടും കൂട്ടിയാൽ മതി. പക്ഷേ ലെഫ്റ്റിൽ നിന്നും അവർ അങ്കിതിനെ എണ്ണീക്കണ്, റൈറ്റിൽ നിന്നും അവർ അങ്കിതിനെ എണ്ണീക്കണം. അങ്കിതിന് എത്ര വട്ടം എണ്ണീക്കണ്? 2 വട്ടം കാളെ എണ്ണേണ്ട ആവശ്യമില്ല. സോ എന്താ വരിക ടോട്ടല്? ഇക്വേഷൻ ഇതാ ടി ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എൽ. ഇപ്പൊ ഇവിടെ എത്ര? ലെഫ്റ്റ് 9, റൈറ്റ് എത്ര? 11 അല്ലേ? യെസ് 11. ഇപ്പൊ ടോട്ടൽ എത്ര ആൾ വരും? റൈറ്റ് നിന്ന് 11, ലെഫ്റ്റ് നിന്ന് 9, അത് രണ്ടും കൂട്ടുക. എന്നിട്ട് അതിന് ഒരു 1 കൊടുക്കുക. 11 9 കൂട്ടി 20, 20 1 പോയാൽ 19 ആളാണ് വരിക. സിമ്പിൾ അല്ലേടാ മക്കളെ? ഇതായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക കേട്ടാ. ആൻസർ ഇവിടെ നോക്കി ചെയ്തോണ്ടേ. സോ ടോട്ടൽ എത്ര ആളുണ്ട്? ടി ആണ് ടോട്ടൽ ആണ്. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ടൈപ്പ് 2. വി ആർ ഡിസ്കസിങ് അബൌട്ട് ടൈപ്പ് 2. ഇപ്പൊ ഫസ്റ്റിൽ നമ്മൾ ടൈപ്പ് 1-നെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇതാണ് ടൈപ്പ് 1 പ്രോബ്ലംസ്. സാധാ പോലെ തന്നെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നുള്ള റാങ്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 2 പ്രോബ്ലംസ് ശ്രദ്ധിക്കണം. ഒന്ന് തിരിച്ചു വയ്ക്കുന്നേ ഉള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ഈ വിരല് 4 വിരലല്ലേ? ഞാൻ പറയണേ, ഈ മോതിരട്ട വിരലല്ലേ, ഇത് കാണുന്ന സമയത്ത് അവര് കാണുന്ന സമയത്ത് ഇത് അവരുടെ ലെഫ്റ്റ്, ഇത് അവരുടെ റൈറ്റ്, തിരിഞ്ഞാ വരിക. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് ഇതായിരിക്കും നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങളുടെ റൈറ്റ് ഇതായിരിക്കും. എന്തായിക്കോട്ടെ, റൈറ്റിൽ നിന്ന് ഇതിന്റെ റാങ്ക് 2ആണ്. റൈറ്റിൽ നിന്ന്. ലെഫ്റ്റിൽ നിന്ന് ഇതിന്റെ റാങ്ക് 3ആണ്. അപ്പോൾ ടോട്ടൽ 5 ആൾ ഉണ്ടാവണ്ടേ? 5 ഉണ്ടാവില്ല, 4 അല്ലേ ഉള്ളൂ. അതെന്തുകൊണ്ടാ? 2 3 കൂടി 5 ഉണ്ടാവണ്ടേ? ലെഫ്റ്റിൽ നിന്നും ഈ മോതിരട്ട വിരലിനെ കൂട്ടിക്കണ്, റൈറ്റിൽ നിന്നും ഈ മോതിരട്ട വിരലിനെ കൂട്ടിക്കണ്. രണ്ടോടത്തും ഈ മോതിരട്ട വിരലിനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഒറ്റ വട്ടം കുറക്കുക, മോതിരട്ട വിരലിൽ 2 വട്ടം കൂട്ടിക്കണം, എന്തൊരു 1 കുറക്കുക. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നോക്കാം. ഓക്കെ, ഇനി റോ 40 സ്റ്റുഡൻസ് അഥവാ ഒരു റോണ്ട് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 40 കുട്ടികളാണ്. ഓക്കെ ആണല്ലോ? ഇനി അക്ഷയ് ഈസ് 19th ഫ്രം ലെഫ്റ്റിൽ നിന്ന് അക്ഷയിന്റെ സ്ഥാനം 19. ലെഫ്റ്റിൽ നിന്ന് അക്ഷയിന്റെ സ്ഥാനം എത്രയാണ്? 19.
റൈറ്റിൽ നിന്ന് എത്രയെന്നുള്ളതാണ് ചോദ്യം. റൈറ്റിൽ നിന്ന് അവന്റെ സ്ഥാനം എത്ര, റൈറ്റിൽ നിന്ന് അക്ഷയിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് നോക്കുക. ഒന്നുകിൽ ഇങ്ങനെ ആലോചിക്കാം, ഇക്വേഷൻ ഒന്നും വേണ്ട. അക്ഷയ് 19-ാമതല്ലേ, അപ്പൊ അക്ഷയിന്റെ മുന്നേ എത്ര ആളുണ്ടാവും? 18 ആളുണ്ടാവും. അപ്പൊ അക്ഷയിന്റെ ശേഷം എത്ര ആളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. 40-ൽ നിന്ന് ഈ 19 കുറച്ചാൽ പോരെ? അക്ഷയിന്റെ ശേഷം 40-ൽ നിന്ന് ഈ 19 ആളെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 21 ആളുണ്ടാവും. അപ്പൊ അക്ഷയിന്റെ റാങ്ക് എത്ര കാരണം? അവന്റെ റൈറ്റ് സൈഡിൽ 21 ഉണ്ട്, ഓനെയും കൂടി കൂട്ടിയ 22. സിമ്പിൾ ഐഡിയ ആണ്. ലോജിക്കലി യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോ. ടോട്ടൽ ഇവിടെ എത്ര ആളുണ്ട്? ടോട്ടൽ ഇവിടെ എത്ര ആളുണ്ട്? 40 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ലെഫ്റ്റിൽ നിന്ന് അവന്റെ സ്ഥാനം 19 റൈറ്റിൽ നിന്ന് അവന്റെ സ്ഥാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഇക്വേഷൻ എഴുതി വെച്ചോളൂ. ഇപ്പൊ റൈറ്റിൽ നിന്നുള്ള റാങ്ക് ആണ് കിട്ടണമെങ്കിൽ ടോട്ടൽ ഇല്ലേ, അതൊന്ന് ലെഫ്റ്റിത്തെ റാങ്ക് കുറക്കുക, എന്നിട്ട് ഒരു 1 കൂട്ടുക. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഇനി ലെഫ്റ്റിത്തെ റാങ്ക് ആണ് ചോദിക്കണമെങ്കിലോ ടോട്ടലാണ് മെയിൻ, ടോട്ടലിൽ നിന്ന് റൈറ്റിത്തെ റാങ്ക് കുറക്കുക, എന്നിട്ടൊരു 1 കൂട്ടുക. ഓക്കെ ആണല്ലോ. നോക്കി എന്താ വരികയെന്നുള്ളത് നോക്കി നോക്കുക. ടോട്ടൽ ഇതാ റൈറ്റ് എന്നുള്ള റാങ്ക് കിട്ടുന്നുണ്ട്. ടോട്ടലിൽ നിന്ന് ലെഫ്റ്റ് എന്നുള്ള റാങ്ക് കുറച്ചിട്ട് 1 കൂട്ടും. ടോട്ടൽ എത്ര? 40. 40-ൽ നിന്ന് ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 19 കുറച്ചിട്ട് 1 കൂട്ടുക. 40-ന്ന് 19 കുറച്ച് 21. 21 1 കൂട്ടി എത്ര? 22. സിമ്പിൾ അല്ലേടാ. അത് ഇത്രയുള്ള ഐഡിയ. ഇവൻ 19-ാമതാണ് ഇവിടുന്ന്. അപ്പൊ എന്റെ മുന്നേ എത്ര ആളുണ്ട്? 18 ആളുണ്ട്. ഇപ്പൊ ഇവിടെ 18 ആളുണ്ട്, ഇവിടെ ഓൻ ഒരാളുണ്ട്. ഇപ്പൊ 18 1 19 ആളായി. അപ്പൊ ഇവന്റെ ശേഷം എത്ര ആളുണ്ടാവും? 21 ആള്. സിമ്പിൾ അല്ലേ? പിന്നെ മുന്നിൽ 18 ആള്, ബാക്കിൽ 21 ആള്. ഇപ്പൊ ടോട്ടൽ 39 ആളായി. പിന്നെ ഓനും 40 ആള് ടോട്ടല്. ക്ലിയർ അല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഓന്റെ മുന്നേ 18 ആളുണ്ട്, ശേഷം 21 ആളുണ്ട്, സെന്ററിൽ ഓനും ഉണ്ട്. ആണോ അല്ലേ? മുന്നിൽ അവന്റെ റാങ്ക് എത്ര കാരം? 18 ഓനും 19. ലെഫ്റ്റ് റൈറ്റ് അവന്റെ റാങ്ക് എത്ര കാരം? 21 പ്ലസ് ഓനും 22. ആലോചിച്ചാൽ മതി. സിമ്പിൾ ഐഡിയ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഇന്ന അസംബ്ലി, ഒരു അസംബ്ലി കഴിഞ്ഞിട്ട് ഈ അസംബ്ലി ലൈനിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 100 കുട്ടികൾ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്. റൈറ്റിൽ നിന്നൊരു ചങ്ങായിന്റെ റാങ്ക് അമലിന്റെ റാങ്ക് 25. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അവന്റെ റാങ്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. ലെഫ്റ്റിൽ നിന്ന് അവന്റെ റാങ്ക് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ലെഫ്റ്റിൽ നിന്ന് അവൻ എത്ര? സിമ്പിൾ ഐഡിയ. ഞാൻ പറയാ റൈറ്റ് നിന്നാണോ 25? ആണോ അല്ലേ? റൈറ്റിൽ 25 സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഓന്റെ മുന്നേ എത്ര ആളുണ്ടാവും? 24 ആളുണ്ടാവും. ഓക്കെ ആണല്ലോ. ഓൻ 25-ാമത്തെ ആള്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എത്ര ആളുണ്ടാവും? ബാക്കി 75 ആളുണ്ടാവില്ലേ? ആലോചിച്ച് നോക്കുക. ടോട്ടല് അമല് വരെ 25 ആളുണ്ട് ടോട്ടൽ. അവന്റെ മുന്നേ 24 ആളും പിന്നെ ഓനൊരു 1 25 ആള്. ഓന്റെ മുന്നേ ഓനും ഓന്റെ മുന്നേയും കൂടി 25 ആളുണ്ടെങ്കിൽ ശേഷം എത്ര ആളുണ്ടാവും? 75. സോനിയും കൂടി കൂട്ടുമ്പോ 76 എന്നുള്ളൊരു സിമ്പിൾ ഐഡിയക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കോ. സിമ്പിൾ അല്ലേ? എന്നിട്ട് നോക്കിക്കോ. റൈറ്റിൽ നിന്ന് അവന്റെ സ്ഥാനം 25-ാമതാണ്. അപ്പൊ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. റൈറ്റിൽ നിന്ന് അവന്റെ സ്ഥാനം 25-ാമത്. ടോട്ടൽ എത്ര ആളുണ്ട്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അവന്റെ സ്ഥാനം എത്രയായിരിക്കും? അതിനാണ് ഞാൻ ഐഡിയ പറഞ്ഞത്. ലെഫ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ള റാങ്ക് ആണെങ്കിൽ ടോട്ടലിൽ നിന്ന് മറ്റേ റാങ്ക് കുറക്കുക, എന്നിട്ടൊരു 1 കൂട്ടുക. ടോട്ടൽ 100 അല്ലേ? അതിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള 25 ആണ് റാങ്ക് കുറച്ചിട്ട് ഒരു 1 കൂട്ടുക. സിമ്പിൾ അല്ലേടാ? ടോട്ടല് 100, റൈറ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് 25 പ്ലസ് ഒരു 1 കൂട്ടണം കേട്ടോ. എവിടെയാണ് 1 കുറക്കേണ്ടത്? ടോട്ടൽ കാണുമ്പോൾ കുറക്കേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിൽ റാങ്ക്. 100 25 75, 75 1 കൂട്ടിയാൽ 76. ബോർഡ് മാസ്റ്റർ പ്രകാരം ആദ്യം കൂട്ടൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. ഓക്കെ ആണല്ലേ? സോ 76 ആണ്. സിമ്പിൾ ആണ് പ്രതീക്ഷിക്കുന്നത്. 76-ാമത്തെ റാങ്ക് അവന്റെ ലെഫ്റ്റ് എന്നുള്ള റാങ്കാണ്. 76-ാമത്തെ റാങ്ക്. ക്ലിയർ ആണല്ലോ? ഇവന്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് 25-ാമതാണെങ്കിൽ അവനെ മുന്നേ 24 ആൾക്കാരുണ്ട്, ഓനൊരു 1. മുന്നേ 24 ആള്, ഓൻ 1 25 ബാക്കി 100-ൽ എത്ര ബാക്കിയുണ്ട്? 75 ആള് ബാക്കിയുണ്ട്. അവന്റെ അപ്പുറത്തുണ്ടാവും 75 ആള്. ഇപ്പൊ ഓന്റെ റാങ്ക് ഇവിടെ നോക്കുമ്പോ 75 പ്ലസ് ഓനൊരു 1 76. ഇതല്ലേ ആൻസർ വരുന്നത്. ഓനെയും കൂടി കൂട്ടുമ്പോഴാണ് പ്ലസ് 1. ഇനി 35 കുട്ടികളുള്ള ഒരു എക്സാം. 35 കുട്ടികളുള്ള ഒരു എക്സാം. ഇതിപ്പോ ഇങ്ങനെ ആയിരിക്കും. എന്തായിക്കോട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. വെറുതെ കുറെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ ടോട്ടൽ എത്ര ആളുണ്ട്? 35 ആളുണ്ട്. ഇതിൽ അപർണ കോട്ട് 5th റാങ്ക്. അപ്പൊ മുന്നത്തെ ലെഫ്റ്റും ബാക്കത്തെ റൈറ്റും ആയിട്ട് എടുത്തോളെ. വെറുതെ കുറെ അധികം പല രീതിയിൽ ചിന്തിച്ചതിനെക്കാട്ടും നല്ലതൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. മുന്നിന്ന് അവന്റെ ഓള റാങ്ക് 5-ാമത്തെ റാങ്കാ. മുന്നിന്ന് ഓള റാങ്ക് അപർണന്റെ റാങ്ക് എത്രാമത്തെ റാങ്കാ? 5-ാമത്തെ റാങ്കാ. 5th റാങ്കിലുള്ള ആളാണ് ഓള്. അഥവാ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഓളെ റാങ്ക് എത്ര? മക്കൾ ആലോചിച്ചു നോക്കി. ടോട്ടൽ 35 ആളില്ലേ?
ഇതിൽ അപർണ വരെ 5 ആള്. ബാക്കി ഇവിടെ എത്ര ആളുണ്ടാവും? 30 ആള്. അപ്പൊ ഇവിടെ നിന്നുള്ള റാങ്ക് എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 30ഉം പ്ലസ് ഓളും 31. ആണോ അല്ലേ? സിമ്പിൾ ഐഡിയ ആണ്. കറക്റ്റ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്നാ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ പോലെ എഴുതണമെങ്കിൽ എഴുതാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവളുടെ റാങ്ക് 5. ടോട്ടൽ അവളുടെ റാങ്കും ടോട്ടൽ അവിടെ എത്ര കുട്ടികളുണ്ട്? 35. റൈറ്റ് സൈഡിൽ നിന്ന് അവളുടെ റാങ്ക് എത്ര? അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ള റാങ്ക് കിട്ടണമെങ്കിൽ ടോട്ടൽ ആണ് മെയിൻ. ടോട്ടലിൽ നിന്ന് മറ്റേ റാങ്ക് കുറക്കുക, മറ്റൊരു 1 കൂട്ടുക. കാരണം എന്താ അറിയോ, ഈ റാങ്ക് കുറക്കുന്ന സമയത്ത് അപർണയുടെ അടിച്ചു പോകും. കണ്ടോ, ലെഫ്റ്റിൽ നിന്ന് 5 വരുമ്പോ അപർണനെയും കൂടി കൂട്ടിയുടെ വെട്ടും കുറക്കും. പിന്നെ അപർണനെ കൂട്ടുമ്പോഴേ നമുക്ക് റാങ്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണിത്. സോ ടോട്ടൽ എത്ര? 100 അല്ല, ടോട്ടലി എക്സാം 35 ആൾ എഴുതി. അതിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നുള്ള റാങ്ക് 5. അതൊരു 1 കൂട്ടെ. 35 5 പോയാൽ 30. 30 1 കൂട്ടിയാൽ 31. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സാധനം ആലോചിച്ചാൽ മതി. ഇനിയിപ്പോ തിരിച്ചാലോചിച്ച് നോക്കി. ഇതാ ലെഫ്റ്റ് നിന്നുള്ള റാങ്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 5, റൈറ്റ് നിന്നുള്ള റാങ്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 31. 5 31 കൂട്ടിയാൽ 36 അല്ലേ? നമുക്ക് ഉത്തരം കിട്ടൽ എത്ര? അതിനൊരു 1 കുറച്ചതല്ലേ ടോട്ടൽ കിട്ടല്? 36 1 കുറച്ചാൽ 35 ആണോ അല്ലെ? സിമ്പിൾ ഐഡിയ. ആലോചിച്ച് നോക്ക് കേട്ടാ. സോ ഇനി അടുത്ത ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഏറ്റവും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ കുറച്ചും കൂടി ആലോചിക്കാനുള്ള സാധനങ്ങളാണ് ടൈപ്പ് 3. ടൈപ്പ് 3 എന്താ, ഞാൻ ഈ ലൈന് തരാം. ഇതൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ ലൈനില് 1 2 3 4 5 6 7 8 9 10 ആളുണ്ട് അല്ലേ? ഓക്കെ ആണല്ലോ. ഈ ബാഗും തൂക്കിക്കണ ഞാൻ കേട്ടോ. ഈ ബാഗും തൂക്കിക്കണ ഞാൻ. ഇത് ഞാൻ ഷാദിൽ. ഓക്കെ ആണല്ലോ. നോക്കിയോടാ, ഇതിന്റെ ഗേൾ ഫ്രണ്ട് ആണ് എഴുതിയോ കരുതിയോ? എന്നാ അങ്ങനെയാണെങ്കിൽ നോക്കിയോ, നോക്കടാ. ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ് അല്ലേ? ഷാദിലിന്റെ റാങ്ക് എത്ര? ലെഫ്റ്റ് സൈഡിൽ നിന്നും 3ാമത്തെ റാങ്കാണ്. ഷാദിലിന്റെ ഗേൾഫ്രണ്ടിന്റെ റാങ്കോ റൈറ്റ് സൈഡിൽ നിന്നും 4ാമത്തെ റാങ്ക് ആണോ അല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. ഗേൾഫ്രണ്ട് ഇതിൽ കേട്ടാ, ഗേൾ അതിലെ ഫ്രണ്ട്. ഓക്കെ, ഈ ഫ്രണ്ടാണ്, ഈ ഫ്രണ്ട്. ഷാദിലിന്റെ ഫ്രണ്ട്. ഓക്കെ, ഷാദിലിന്റെ ഫ്രണ്ടിന്റെ റാങ്ക് 4ാമത്. ഞങ്ങൾ രണ്ടാളും ഇടയിൽ എത്ര ആളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ രണ്ടാളും ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. ഒന്ന് ആലോചിച്ച് നോക്കി. ഷാദിലും അവന്റെ മുന്നിലുള്ള ആൾക്കാരടക്കം ഇവിടെ 3 ആള് പോയി. ടോട്ടൽ 10 10 3 പോയി. പിന്നെ ഷാദിലിന്റെ ഫ്രണ്ട് ഇവിടെ 4 ആള്, റൈറ്റിൽ നിന്ന് 4 ആള്, ഓല് 4 ആളും പോയി. ബാക്കി എത്ര ആളുണ്ട്? 10 ഇവിടെ നിന്നുള്ള 3 ആള് പോയി, ഇവിടെ നിന്നുള്ള 4 ആളും പോയി. ബാക്കി ഇതിന്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാവും? 10 3 പോയാൽ 7, 7 വീണ്ടും 4 പോയാൽ 3 ആളല്ലേ ഇടയിലുള്ളത്? 1 2 3 ആണോ അല്ലേ? സിമ്പിൾ ഐഡിയ. ഇത് വെച്ച് ആലോചിച്ചാൽ മതി. ഇനി ഇങ്ങോട്ട് നോക്കിയോ, ഇൻ എ റോ ഓഫ് 20 സ്റ്റുഡൻസ്, 20 സ്റ്റുഡൻസ് ആണ്. ഓക്കെ ആണല്ലോ. 20 സ്റ്റുഡൻസ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ടോട്ടൽ എത്ര കുട്ടികളാ? 20 ആളും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഇനി അജയ് ഈസ് 5th ഫ്രം ദ റൈറ്റ്. അജയ് എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് 5ാം സ്ഥാനത്ത്. അജയ് റൈറ്റ് സൈഡിൽ നിന്ന് 5ാം സ്ഥാനത്ത്. അജയ് 5ാമത്തെ പൊസിഷന്റെ. വിജയ് 6th ഫ്രം ദ ലെഫ്റ്റ്. വിജയ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 6ാം സ്ഥാനത്ത്. ഇവരെ രണ്ടാളും ഇടയിൽ എത്ര ആളുണ്ടെന്ന ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കി. വിജയ് വരെ 6 ആള്, ഓല് പോയി. അജയ് വരെ 5 ആള്, ഓലും പോയി. ബാക്കി എത്ര ഉണ്ടാവും? ടോട്ടൽ 20 അല്ലേ? 20 6ഉം 5ഉം കൂട്ടിയാൽ 11 പോയി കഴിഞ്ഞാൽ ബാക്കി 9 ആളത്തിന്റെ ഇടയിൽ ഉണ്ടാവും. സിമ്പിൾ ഐഡിയ. അപ്പൊ ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാണെങ്കിൽ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതിക്കോളിയും. ഇക്വേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീനുള്ള ആൾക്കാർ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടലിൽ നിന്ന് റൈറ്റും ലെഫ്റ്റും കൂട്ടിയത് കുറക്കുക, അല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും സെപ്പറേറ്റ് കുറച്ചാൽ മതി. അല്ലെങ്കിൽ ആദ്യം തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള റാങ്കുകൾ എടുക്കുക, എന്നിട്ട് അതിന് കുറച്ചാൽ മതി. ഇപ്പൊ റൈറ്റിൽ നിന്നുള്ള ആളുടെ റാങ്കും ലെഫ്റ്റിൽ നിന്നുള്ള ആളുടെ റാങ്കും കൂടി കൂട്ടാതെ എന്നിട്ട് അത് ടോട്ടലിൽ നിന്ന് കുറക്കും. ഇതാലോചിച്ചാൽ മതി. ഇതാണ് സിമ്പിൾ ടെക്നിക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാണ്? ഒന്ന് പറഞ്ഞാണ്. ഇവിടെ ഞാൻ വേറെ പേജ് ഇടാം. ഇവിടെ നോക്കിക്കോ, ടോട്ടൽ എത്ര ആളുണ്ട്? ടോട്ടൽ 20 ആൾ. അതിൽ നിന്ന് അജയ് റൈറ്റ് എന്നാണ്, അജയിന്റെ റാങ്ക് റൈറ്റ് എന്നാണ്. അപ്പൊ റൈറ്റ് എന്നുള്ള റാങ്ക് കിട്ടിയിരിക്കണേ എത്രയാണ്? 5. വിജയ് ലെഫ്റ്റ് ആളാണ്, ലെഫ്റ്റ് എന്നുള്ള റാങ്ക് വിജയിന്റെ തന്നിക്കണ്. വിജയിന്റെ ലെഫ്റ്റ് എന്നുള്ള റാങ്ക് 6. ആണോ അല്ലേ? ഓരോ രണ്ടാളും ചെയ്ത് അജയിന്റെയും വിജയിന്റെ ഇടയിൽ എത്ര ആളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ചു. 20 ആള്. ഇതിൽ അജയ് ഇങ്ങനെ നിൽക്കുകയാണ്, വിജയ് ഇവിടെ നിൽക്കുകയാണ്, അജയ് ഇവിടെ നിൽക്കുകയാണ്.
അജയ് റൈറ്റ് നിന്ന് വിജയ് ലെഫ്റ്റ് നിന്ന്. റൈറ്റ് നിന്ന് അജയിന്റെ റാങ്ക് 5, അഥവാ ഓനടക്കം 5 ആളോട്. ഇവിടെ ലെഫ്റ്റ് നിന്ന് വിജയിന്റെ റാങ്ക് 6, ഓനടക്കം 6 ആള്. ഇതിന്റെ ഇടയിൽ എത്ര ആളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. ടോട്ടൽ 20 ആളും. ഇവിടെ 6 ആളും പോയി, ഇവിടെ 5 ആളും പോയി. സെന്ററിൽ എത്ര ആളുണ്ടാവും കൂട്ടിയാ പോലെ. സോ ആ ഐഡിയ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പൊ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ട് നോക്കണമെങ്കിൽ നോക്കിക്കോളി. ടോട്ടൽ എത്ര ആളുണ്ട്? ടോട്ടലിൽ നിന്ന് നിങ്ങൾ റൈറ്റും ലെഫ്റ്റും കൂടി കൂട്ടിയത് കുറക്കുക. ഇപ്പൊ റൈറ്റും ലെഫ്റ്റും കൂടി കൂട്ടി എത്ര? റൈറ്റും ലെഫ്റ്റും ആദ്യം കൂട്ടിയേക്കട്ടെ. റൈറ്റും ലെഫ്റ്റും കൂട്ടി എത്ര? 5ഉം 6ഉം കൂട്ടി എത്ര? 11. ഇതാണ് കുറക്കേണ്ടത് കേട്ടോ. ടോട്ടൽ എത്ര? 20 ആള്. അതിൽ നിന്ന് റൈറ്റും ലെഫ്റ്റും കൂടി കൂട്ടിയപ്പോ എത്ര ഉണ്ട്? 5 6 11 ഇല്ല. 21 11 കുറച്ചാൽ 9 ആളാണ് എന്തല്ലോ ഇവിടെ നിന്റെ അടിയിൽ ഉണ്ടാകും. 4 ഈ വരി. ഇവിടെ 5 ആള്, ഇവിടെ 6 ആള്, ഇവിടെ 5 ആള്, ഇതടക്കട്ടോ. ഇതിന്റെ അടിയിൽ 9 ആള്. 5 6 9 കൂട്ടി കഴിഞ്ഞാൽ 20. സിമ്പിളായി. അങ്ങനെ ഇത് ചെയ്ത് നോക്കി. ഇനി റോ 62 സ്റ്റുഡൻസ്. ടോട്ടൽ എത്ര കുട്ടികളാ? 62 കുട്ടി. രമേശ് ഈസ് 24th ഫ്രം റൈറ്റ് സൈഡിൽ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. രമേശ് ഇവിടെ നിൽക്കുക. രമേശിന്റെ റാങ്ക് 24, അഥവാ മോനടക്കം ഇവിടെ 24 ആളുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് റൈറ്റ് ആണ്. ഇത് രമേശാണ്. ഇനി സുമേഷ് ഈസ് 14th ഫ്രം ദ ലെഫ്റ്റ്. സുമേഷ് ഇവിടെ 14ാമത്തെ സ്ഥാനമാണ്. അഥവാ ഓനടക്കം ഇവിടെ എത്ര ആളുണ്ട്? 14 ആളുണ്ട്. ഇവിടെ രമേശ് അടക്കം 24 ആളുണ്ട്. ഓക്കെ ആണല്ലോ. ടോട്ടലി വരിക എത്ര ആൾക്കാരുണ്ട്? 62 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടിയിൽ എത്ര ആൾക്കാരുണ്ടാവുന്നതാണ് ചോദ്യം. ഇവരുടെ അടിയിൽ എത്ര ആൾക്കാരുണ്ട് പറയുക. ഇവരുടെ അടിയിൽ എത്ര ആൾക്കാരുണ്ടാവുന്നത്? അതിനെന്താ ചെയ്യേണ്ടത്? സിമ്പിൾ അല്ലേ. ടോട്ടൽ 62. അതിൽ നിന്ന് ഈ 14ഉം 24ഉം കുറക്കുക. 14 24 ആദ്യം കൂട്ടി നോക്കി. 14 24 കൂട്ടിയാൽ 38. 62 38 കുറച്ചാൽ യു വിൽ ഗെറ്റ് ആൻസർ. 62 38 കുറച്ചാൽ എത്രയൊക്കെ ആൻസർ കിട്ടുക? 26 ആണോ? അല്ല, 24. ഓക്കെ ആണല്ലോ. സോ ഇവരുടെ അടിയിൽ എത്ര ആൾക്കാരുണ്ട്? സിമ്പിൾ അല്ലേ. 24 ആളുണ്ടാവുക. 24. എന്തുകൊണ്ടാ ഞാൻ ഐഡിയ ഇക്വേഷൻ പറഞ്ഞു നിൽക്കണം? ഇക്വേഷൻ എന്താ അറിയാന്ന് പ്രതീക്ഷിക്കണം. ഇതാ നോക്കിക്കോ. ടോട്ടൽ ഇവിടെ എത്ര ആളുണ്ട്? 62. ലെഫ്റ്റിൽ നിന്ന് റാങ്ക് പറയണവന്റെ റാങ്ക് എത്രയാണ് പറഞ്ഞത്? 14. റൈറ്റിൽ നിന്ന് റാങ്ക് പറയണവന്റെ റാങ്ക് എത്രയാണ് പറഞ്ഞത്? 24. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നുള്ള റാങ്ക് കൂട്ടിയ എത്ര? 14 24 കൂട്ടിയാൽ എത്ര വരിക? 38 ആണോ അല്ലേ? എന്താ ഇക്വേഷൻ പറയണത്? ബിറ്റ്വീനുള്ള ആൾക്കാരുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടലിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും കൂട്ടിയത് കുറക്കുക, അല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും കൂട്ടിയത് കുറക്കുക. ടോട്ടൽ 62 ആള്. അതിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ 38 ആണ്. കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 24. അഥവാ ഇവരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്? ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ട്? 24 ആള്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 ടൈപ്പ് പ്രോബ്ലം റാങ്കിങ്ങിൽ അറിയോ? ബാക്കിയുള്ള ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു.